എക്സ്പീരിയൻസ്? നല്ല പടം. നല്ല സൂപ്പർ ആയിരുന്നു. സൂപ്പർ. വിനായകനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സൂപ്പർ ആരാണ്? അതെ, നല്ല സൂപ്പർ ആയിരുന്നു. ചെറുതായിട്ടൊന്നും ചെട്ടി. ആദ്യമായിട്ടാ മമ്മൂട്ടി കിടി കൊണ്ടപ്പോ സന്തോഷിക്കുന്നത്. എന്ത് പറയാനോ, നല്ല പടം ഉണ്ടോ? ഞാനിത് 2 പ്രാവശ്യമായി കാണണം. ആദ്യത്തെ വാരം കണ്ടു, ഈ വാരവും കണ്ടു. നല്ല പടമാണ്. വില്ലനിസം മമ്മൂക്കനെ നമ്മ ഒരു ഇതിലല്ലേ കാണുന്നത്, ആ ഇത് തന്നെ, അത്രേ ഉള്ളൂ. നല്ലതാണ്. പക്ഷെ വിനായകൻ തകർത്ത് പൊളിച്ചടക്കി. ഇനി ഒന്നും പറയാനില്ല. സൂപ്പർ. നന്നായിരുന്നു. ഞങ്ങൾ കേട്ടറിഞ്ഞ് തന്നെ വന്നേ. കുറെ നാളായിട്ട് ഇതിനെ കാണുന്നുണ്ടായിരുന്നല്ലോ, ടി വിയിലൊക്കെ യൂട്യൂബിലൊക്കെ കുറെ കാണുന്നുണ്ട്. അപ്പോൾ കാണാൻ നന്നായിരുന്നു. അങ്ങനെ നമുക്കറിയില്ലല്ലോ, അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ റോൾ ചെയ്യുന്ന അറിയില്ലായിരുന്നു. പക്ഷെ നന്നായിരുന്നു. ശരിക്കും പറഞ്ഞത് ഞാൻ 2ാമത്തെ വട്ടം സിനിമ കണ്ടത്. നല്ല എക്സ്പീരിയൻസ്. എന്ന് വെച്ചാൽ ഓരോ വട്ടം കാണുമ്പോഴും പുതിയ പുതിയ എക്സ്പീരിയൻസുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ആദ്യം കാണുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. 2ാമത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി കഥ ഡീപ്പായിട്ട് മനസ്സിലായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇനിയും കണ്ട വേറൊരു തരത്തിലാണ്. അതായത് നമ്മൾ ഓരോ തവണ കാണുമ്പോഴും കഥയ്ക്ക് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ വിനായകൻ്റെ അഭിനയമാണെങ്കിലും മമ്മൂട്ടിയുടെ അഭിനയമാണെങ്കിലും നമ്മൾ ആ ഓരോ സീനിലും ഓരോ മാറ്റങ്ങൾ ശരിക്കും നമ്മളെ ഒത്തിരി ഡീറ്റെയിലിംഗ് ഉണ്ട് സിനിമയിൽ. ആ ഡീറ്റെയിലിംഗ് ആണ് ശരിക്കും നമുക്ക് കഥ ഓരോ തവണ കാണുമ്പോഴും വ്യത്യസ്തമാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ അതെ അതെ, 100 കോടി. ശരിക്കും ഇങ്ങനത്തെ സിനിമകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയാണ് ഇങ്ങനത്തെ സിനിമകളൊക്കെ നമുക്ക് ഈ തരത്തിലുള്ള കഥ ബേസ്ഡ് ആയിട്ട്, അതായത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഇല്ലാതെ തന്നെ കഥയ്ക്ക് പ്രാധാന്യമുള്ള സിനിമകൾ ഇത്രയും ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശരിക്കും ആ മമ്മൂട്ടി പ്രസൻസ് ശരിക്കും സഹായിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.